പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നാണ് ഞങ്ങളുടെ പുൽക്കൂട് ഉണ്ടാക്കലും ഞങ്ങളുടെ കരോളും ഒക്കെ ഇന്നാണ് കേട്ടോ. അപ്പോൾ ആ കരോൾ വരുന്ന ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളൊരു 10-11 മണിയായപ്പോൾ പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ പുൽക്കൂട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടേ തൊട്ടേ എൻ്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ അപ്പനും എൻ്റെ ഫാദറിന് ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരുന്നു. അപ്പം എപ്പോഴും ഹെൽപ്പായിട്ട് ഞാനായിരുന്നു കൂടെ ചെയ്യാറൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ കല്യാണത്തിന് ശേഷം അങ്ങനെ ചെയ്യാൻ വരാറില്ല. എന്നാലും കുറേയൊക്കെ ക്രിസ്മസ് എനിക്ക് ഇവിടെ വന്ന് കൂടാൻ പറ്റിയിട്ടുണ്ട്. കുറേ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഞാനാണ് അതിന് മെയിനായിട്ട് കൂടെ നിൽക്കാറുള്ളത്. പിന്നെ അതിനുള്ള ചെയ്യാനുള്ള ഇതും ഉണ്ടാക്കാനുള്ളതും ഒക്കെ ആയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഡാഡി എനിക്ക് ചെയ്ത് തരാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ കൊല്ലം ഞാൻ വരാൻ നോക്കിയിരിക്കും ക്രിസ്മസ് ആഘോഷിക്കാനും പുൽക്കൂട് ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട്. അപ്പം ഞങ്ങളിന്ന് അങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. അപ്പം ഞാനും ഡാഡിയും പിള്ളേരും പിന്നെ ഡാഡിയുടെ ഒരു പെങ്ങളുണ്ട് ഇവിടെ, അപ്പം ആൻറ്റിയും ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെയാണ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം ഞാനത് വെച്ചൊരു സൈഡിൽ വെച്ച് സെറ്റാക്കിയിട്ട് എന്തൊക്കെയൊരു മിസ്റ്റേക്കൊക്കെ പോലെ തോന്നി. അങ്ങനെ ഞാൻ അതിനെ പിന്നെ എല്ലാം അഴിച്ചു വിടുന്നത് പിന്നെ രണ്ടാമത് സെൻറ്ററിലാക്കി. അങ്ങനെ പിള്ളേർ ഭയങ്കര ആഘോഷമായിരുന്നു പുൽക്കൂട് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അവിടെ പിന്നെ എല്ലാ ക്രിസ്മസിൻ്റെ മെയിൻ പ്രോഗ്രാമൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയാണ്. ഫുഡും കാര്യങ്ങളും കരോളുകാർക്കുള്ള ഫുഡ് കാര്യങ്ങൾ, പിന്നെ അവർ പാട്ട് പഠിക്കുന്നത്, പിന്നെ ഡ്രംസ് കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്നതൊക്കെ വീട്ടിൽ തന്നെയാണ്. അപ്പം എല്ലാ കാര്യങ്ങളും എപ്പോഴും വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പം അതിൻ്റെ ഒരു ആഘോഷവും ആളുകളും എപ്പോഴും വരികയും പോവുകയും അങ്ങനെ ഒരു മൊത്തത്തിലൊരു ബഹളം തന്നെയാണ് കേട്ടോ. അപ്പോൾ ചെണ്ടയും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് പിള്ളേർക്ക് ഭയങ്കര ഉഷാറായിരുന്നു. പിള്ളേരൊക്കെ എടുത്തിട്ട് കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പുൽക്കൂട് ഏകദേശം ഇങ്ങനെ സെറ്റാക്കി ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലുള്ള പുൽക്കൂടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മളല്ലാത്ത ആർട്ടിഫിഷ്യലായിട്ട് തോന്നിക്കുന്ന രീതിയിൽ കുറച്ച് ഉണ്ടാക്കണമെങ്കിൽ അത് നമ്മൾ 2-3 ദിവസം മുന്നെങ്കിലും അതിനെ തുടങ്ങണം, എന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങളെന്ന് പറഞ്ഞാൽ ഡാഡി ഇപ്രാവശ്യം പുതിയ പുൽക്കൂടും ട്രീ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവർക്കും പ്രായമായി വരുവാണ്, പഴയതുപോലെ ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം ഞങ്ങളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടാക്കും. അതുകൊണ്ട് ഡാഡി തന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് എടുത്ത് സെറ്റ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ ഞങ്ങൾ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് ഉണക്കപ്പുല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എൻ്റെ അകത്ത് വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിൽ ചെറിയൊരു ആട്ടും കൂടും എന്നൊക്കെ വേണേൽ പറയാം, ആ ഒരു ആട്ടും കൂടും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞങ്ങളിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ ചെണ്ട എടുക്കുന്നു, അതിൻ്റെ ഓരോ ഐറ്റംസ് എടുക്കുന്നു, വലിക്കുന്നു, പൊട്ടിക്കുന്നു, അതിന് വഴക്ക് പറയുന്നു, അങ്ങനത്തെ നല്ല ബഹളങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുമുണ്ട് കേട്ടോ. പിന്നെ ഓരോ വർഷവും ഡാഡി എന്തെങ്കിലും പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ വാങ്ങും. അങ്ങനെ ഓരോ വർഷത്തെയും സൂക്ഷിച്ച് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എവിടെ തൂക്കണം എവിടെയൊക്കെ വെക്കണം എന്നുള്ള ആയിരുന്നു അവസാനത്തെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളുടെ ഏകദേശം പുൽക്കൂടും ഇങ്ങനെ ട്രീ ഒക്കെ പുതിയ ട്രീ ആണ്. അപ്പോൾ അതിലൊക്കെ കാര്യങ്ങളൊക്കെ ഓരോന്നും തൂക്കിയിടണമെങ്കിൽ കുറേ മെനക്കേട് തന്നെയാണ്. അപ്പം പക്ഷേ ഞങ്ങൾ ഇത്ര ആളുണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിള്ളേരെ കുറച്ച് കുത്തക്കേടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആൻറ്റിയും ഞാനും ഡാഡിയും കൂടെ ഫുള്ള് കംപ്ലീറ്റ്. മമ്മി ഇതിനകത്തൊന്നും ഇല്ലായിരുന്നു, കാരണം മമ്മിക്ക് അടുക്കളയിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മമ്മി അവിടെ തന്നെയായിരുന്നു. ഇതെൻ്റെ സ്വന്തം വീട്ടിലല്ല കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലാണ്, അതായത് കെട്ടിച്ച വീട്ടിൽ അല്ല ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലാണ് ഇപ്രാവശ്യം ക്രിസ്മസ് കൂടാൻ വന്നിട്ടുള്ളത്. അപ്പം എൻ്റെ വീട്ടിലാണ് കേട്ടോ ഈ പുൽക്കൂട് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് എൻ്റെ സ്വന്തം വീടാണോ കെട്ടിച്ച വീടാണോ എന്നൊക്കെ ആരെയും സംശയം ചോദിക്കുന്നവരുണ്ടാവും, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഞങ്ങളുടെ പുൽക്കൂടൊക്കെ ഇങ്ങനെ സെറ്റായി. അപ്പോൾ പിള്ളേർ അതിൻ്റെ ഇടയ്ക്ക് രൂപമൊക്കെ കൊണ്ട് വെക്കുന്നുണ്ടായിരുന്നു. ചെറിയ ക്യൂട്ടായിട്ട് കുറേ സാന്റാക്ലോസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ കാണുമ്പോൾ എടുത്തുകൊണ്ട് ഓടും, പിന്നെ വഴക്ക് പറയും, പിന്നെ അത് വിരിച്ചു കൊണ്ട് വെക്കും. പിന്നെ ഒരു മെറി ക്രിസ്മസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിന്നൊക്കെ ഓരോന്ന് പെറുക്കി വരുമ്പോഴാണ് പഴയത് കുറേ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വരിക കേട്ടോ. പിന്നെ കിട്ടുന്ന നമ്മളെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയായിരുന്നു. അപ്പം അത് ഡാഡി കൊണ്ട് മെറി ക്രിസ്മസ് ഒക്കെ അവിടെ കൊണ്ട് എഴുതിയതൊക്കെ കൊണ്ട് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡാഡിക്ക് അല്ലാത്ത കുറേ കാര്യങ്ങളും തിരക്കുകളും കൃഷിക്കാരാണല്ലോ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്നാലും ഞങ്ങൾ ചെയ്യുന്ന കണ്ടപ്പോൾ ഞങ്ങളുടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പിന്നെ കറണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരണമല്ലോ, അതൊന്നും ചെയ്യാൻ എനിക്കറിയത്തില്ല. കാരണം കറണ്ടും ലൈറ്റും സെറ്റിങ്സ് ഒക്കെ കൊടുക്കണമായിരുന്നു. പിന്നെ മാലകളൊക്കെ ഉണ്ടായിരുന്നു. കുറേ മാലകളൊക്കെ കേടായിപ്പോയി, കുറേ നല്ല നല്ല മാലകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അതിലൊക്കെ ട്രെയിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തു കേട്ടോ. കാരണം രാത്രി ആകുമ്പോഴാണ് നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫുൾ അടിപൊളിയായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പകലത്തെ കാഴ്ച ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഏകദേശം ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് സ്റ്റാച്യൂസും കൂടെ ഒക്കെ എടുത്ത്
വെക്കാനുണ്ട്. കാരണം സൈഡിൽ കൂടെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ വന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തട്ടി താഴെ ഇടും. കുറച്ചിൻ്റെ കൈയും കാലും മൂക്കൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാച്യൂസിൻ്റെയൊക്കെ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ എല്ലാം ഒന്നും എടുത്ത് വെച്ചില്ല, ചുമ്മാ കാണാനുള്ള ഭംഗിക്ക് ആദ്യം കുറച്ച് മാത്രമേ എടുത്തു വെച്ചുള്ളൂ. അത് കഴിഞ്ഞ് എന്നെ എല്ലാം എടുത്തും രാത്രിയപ്പം എല്ലാം എടുത്ത് വെച്ചു കേട്ടോ. രാത്രിയിലത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. ലൈറ്റൊക്കെ ഇട്ട് വന്നപ്പം നല്ല സൂപ്പറായിരുന്നു. അപ്പം എല്ലാവരും വന്നവരൊക്കെ, എല്ലാ കരോളിലും വന്നവരും എല്ലാവരും പറഞ്ഞു നല്ല അടിപൊളിയായിരുന്നു പുൽക്കൂട്. എന്നാലും ഒരുപാട് ഞങ്ങൾ മെനക്കെട്ടിട്ടൊന്നുമില്ല, 2-3 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ പരിപാടിയൊക്കെ വേഗം കഴിഞ്ഞു കേട്ടോ. എല്ലാം ഒന്ന് സെറ്റ്, എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. അപ്പം പുൽക്കൂടിൻ്റെ കാഴ്ച ഇങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷേ പുൽക്കൂടിൻ്റെ അകത്തൊരു വലിയ ലൈറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ക്യാമറയിൽ പിടിച്ചപ്പോൾ അത് ഫുൾ ഇങ്ങനെ ഫ്ലാഷ് അടിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ലൈറ്റിൻ്റെ കണ്ടൊരു ഇച്ചിരി എന്താ പറയുക, ക്യാമറയിൽ എടുത്തപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനൊക്കെ ഉള്ളൊരിത് അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാത്ത പക്ഷം നല്ല അടിപൊളി, ഞങ്ങൾ വിചാരിച്ചാലും അടിപൊളി സെറ്റായി കേട്ടോ. അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ കരോളുകാർ വന്നു. കരോളുകാരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ അവിടെ വെച്ച് സാന്റാക്ലോസിനെയൊക്കെ റെഡിയാക്കി അവിടുന്ന് അവർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ച്, ഫുഡെന്ന് പറഞ്ഞാൽ പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ നോമ്പില്ലേയും ചോദിക്കരുത്, നോമ്പുകാർക്ക് വെജിറ്റബിൾ ഉണ്ടായിരുന്നു, അല്ലാത്തവർ ചിക്കൻ കറിയൊക്കെ കൂട്ടി അങ്ങനെ ഫുഡ് പിള്ളേരും ആ കൂട്ടത്തിലിരുന്ന് കഴിച്ചു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ചതിൻ്റെ ആവശ്യത്തിൽ അവർ പിന്നെയും 2-3 പാട്ടൊക്കെ അങ്ങ് പാടും. പോയപ്പോൾ ഒരു പാട്ട് പാടി, പിന്നെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പാട്ട് പാടി, പിന്നെ ഫുഡ് കഴിഞ്ഞപ്പോൾ 2-3 പാട്ട് ഒരുമിച്ച് പാടി. അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഒത്തിരി പാട്ട് പാടാറുണ്ട്, അത് എല്ലാ കൊല്ലം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഫുഡും എല്ലാ വർഷവും കൊടുക്കും, എത്രയോ വർഷങ്ങളായിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ കരോൾ ആഘോഷവും കഴിഞ്ഞു കേട്ടോ. ഇത് 23-ാം തീയതിയാണ് ഈ പരിപാടി നടക്കുന്നത് നൈറ്റിൽ. ഇനി 24-ാം തീയതി നൈറ്റ് പാതിര കുർബാനയ്ക്ക് പള്ളിയിൽ പോകണം. പിന്നെ പകൽ വീട്ടിലുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ ആയിട്ട് കൂടും. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.